സ്വർണ്ണവിലയിൽ ഇനി എന്തു മാറ്റം? വില കൂടുമോ ഇടിയുമോ? സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നത് സുരക്ഷിതമോ? സാമ്പത്തിക വിദഗ്ധനും പെരിന്തൽമണ്ണ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടറുമായ ശങ്കരനാരായണൻ സംസാരിക്കും. സാധാരണയായിട്ട് ഓഹരി വിപണിയിൽ കുറവ് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് സ്വർണത്തിൻ്റെ വില കൂടും. കാരണം സ്വർണം ഒരു നിക്ഷേപ വസ്തുവായിട്ടാണ് ആഗോളതലത്തിൽ കരുതുന്നത്. അത് പ്രത്യേകിച്ച് വിദേശത്തുള്ള വൻകിട ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ, നിക്ഷേപ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം എപ്പോഴെങ്കിലും മൂന്നാം ലോക രാജ്യങ്ങളിലെ പ്രത്യേകിച്ചും ഓഹരി വിപണിയിൽ ഇടിവ് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൽ നിന്നുള്ള നിക്ഷേപമെടുത്ത് സ്വർണത്തിലേക്ക് മാറ്റും. എന്ത് വന്നു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാത്ത വളരെ സുരക്ഷിതമായിട്ടുള്ള സേഫ് ഹേവൻ എന്നാണ് പറയുക, സുരക്ഷിത സങ്കേതമാണ് നിക്ഷേപത്തിന് സ്വർണം. ഇത് കാലാകാലങ്ങളായിട്ട് മനുഷ്യർ വിശ്വസിച്ചു വരുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ യുദ്ധമുഖത്ത് നമ്മൾ കണ്ടുവരുന്ന ഒന്ന് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകവ്യാപകമായിട്ട് ഓഹരി വിപണി തകർന്നടിയുന്നു. സ്വാഭാവികമായിട്ടും ഇതേ സമയത്ത് സ്വർണത്തിൻ്റെ വില കൂടേണ്ടതാണ്, കൂടുകയും ചെയ്യും. ആദ്യം ഒന്ന് കൂടുകയും ചെയ്തു. പക്ഷേ പിന്നീട് കഴിഞ്ഞൊരു 3-4 ദിവസങ്ങളായിട്ട് കാണുന്നത് സ്വർണ്ണവില ഓരോ ദിവസവും തകരുന്നതാണ്. ഇതിനെന്താണ് കാരണം? ഓഹരി വിപണിയും തകരുന്നു, സ്വർണ്ണവിലയും തകരുന്നു. ഇതിന് എന്താണ് കാരണം എന്നുള്ളത് പരിശോധിക്കാം. ഓഹരി വിപണി തകർന്നടിയുമ്പോൾ പെട്ടെന്ന് പണത്തിന് ആവശ്യം വരും. കാരണം മാർജിൻ ട്രേഡുകൾ നടത്തിയിട്ടുണ്ടാവും. മാർജിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ അവധി വ്യാപാരം, ഓഹരികളിലെ അവധി വ്യാപാരം നടത്തിയിട്ടുണ്ടാവും. അത് ഈ സമയത്ത് കൂടുതൽ പണം ഇതിൽ നടത്തിയിട്ടുള്ള നിക്ഷേപകർക്ക് പെട്ടെന്ന് കൂടുതൽ പണം വേണം. മാർജിൻ കാൾസ് എന്ന് പറയും. ആ പണം എങ്ങനെ സ്വരൂപിക്കും എന്നുള്ള നെട്ടോട്ടത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങളും ആളുകളും. സ്വാഭാവികമായിട്ടും വരുന്ന നമ്മൾ സാധാരണ പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വന്ന് ചെയ്യുന്നത് എന്താണോ നമുക്ക് വിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, അത് വിൽക്കും. പക്ഷേ ഇത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിൽ പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വന്നാൽ എന്താണോ വിൽക്കണം എന്ന് ആലോചിക്കുന്നത് അത് നമുക്ക് വിൽക്കാൻ കഴിഞ്ഞോളുന്നില്ല. പകരം എന്താണോ പെട്ടെന്ന് വിറ്റ് പോകുന്നത് അതെടുത്ത് വിൽക്കും. അതുകൊണ്ട് സ്വർണം കൂടുതൽ വിൽക്കുന്നു, സ്വർണം വിപണിയിലേക്ക് കൂടുതൽ വരുന്നു. വിപണിയിലേക്ക് കൂടുതൽ സ്വർണം വരുമ്പോൾ അതിൻ്റെ വില കുറയുന്നു, ലഭ്യത കൂടുമ്പോൾ വില കുറയുന്നു. ഇതാണ് ഒരു ഘടകം. മറ്റൊരു ഘടകം ഡോളർ കരുത്താർജിക്കുന്നു. ഡോളർ കരുത്താർജിക്കുന്ന സമയത്ത് സാധാരണ നിലയിൽ സ്വർണത്തിന് വില കൂടും. പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യങ്ങളിൽ വില കൂടും. പക്ഷേ ഇപ്പോൾ ഡോളർ കരുത്താർജിക്കുകയും അതേസമയം തന്നെ ഒരുപാട് അനിശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു പരിഭ്രാന്തി നിക്ഷേപകരിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണത്തിനുള്ള ഡിമാൻഡ് കുറയുന്നുണ്ട്. എന്തിലാണ് നിക്ഷേപിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്വർണത്തിന് ഡിമാൻഡ് കുറയുന്നു. മൂന്നാമതൊന്ന്, ഇത്രയധികം അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ രാജ്യങ്ങളിലേക്ക് യുദ്ധത്തിൻ്റെ കെടുതികൾ വ്യാപിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്തിനേക്കാളും ഉപരി പണമായി തന്നെ, ക്യാഷായി തന്നെ കയ്യിൽ വയ്ക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നു. ആളുകൾ എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാപനങ്ങളിലാണ് ഞാൻ പറയുന്നത്. ചെറിയ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ 1000-10,000 അല്ല, വലിയ സ്ഥാപനങ്ങൾ, വലിയ നിക്ഷേപമുള്ള ആളുകൾ, രാജ്യങ്ങൾ പോലും ആഗ്രഹിക്കുന്നു ക്യാഷായിട്ട് കയ്യിൽ വയ്ക്കാൻ. അതിനു വേണ്ടിയിട്ട് സ്വർണം മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. മാർക്കറ്റിൽ സ്വർണത്തിൻ്റെ ലഭ്യത കൂടുന്നു. ആ ലഭ്യത കൂടുമ്പോൾ നമുക്ക് വില കുറവ് അനുഭവപ്പെടും. കാരണം എന്ത് സാധനം കൂടുതൽ വന്നോ അതിൻ്റെ വില കുറയും. ഇനി ഒരു ചോദ്യം, ഇതിങ്ങനെ നിരന്തരം തുടരുമോ എന്നുള്ളതാണ്. അത് തുടർന്നോളണമെന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് മുഴുവൻ ആശയക്കുഴപ്പങ്ങളുടെ ഭാഗമായിട്ട് വന്നതാണ്. ഇതെല്ലാം കലങ്ങിത്തെളിഞ്ഞ് ഉടനടി തന്നെ നേരെയായി വരാം. മേ ബി ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, 1 മാസം എടുത്തു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് ഡോളറിൻ്റെ മൂല്യത്തിനൊരു സ്ഥിരത കൈവരുകയും പണപ്പെരുപ്പ നിരക്ക് സ്റ്റെബിലൈസ് ചെയ്യുകയും പലിശ നിരക്ക് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും ഒരു സന്തുലനം വരും. അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും സ്വർണത്തിൻ്റെ വില കൂടും. കാരണം നിക്ഷേപത്തിന് ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന നിലയിൽ അതിൻ്റെ പരമ്പരാഗതമായ സ്വഭാവത്തിലേക്ക് സ്വർണം മാറി വരും. ആ സമയത്തോടുകൂടി സ്വർണ്ണവില കൂടും. ഇപ്പോൾ കാണുന്ന ഒരു പ്രതിഭാസം, സാധാരണ സംഭവിക്കാത്ത ഈ പ്രതിഭാസം താൽക്കാലികം മാത്രമാണ്. ഇത് ശാശ്വതമായ ഒരു ബുദ്ധിമുട്ടായിട്ട് കരുതേണ്ടതില്ല. നന്ദിയുണ്ട്.
ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു.